ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കേക്കാണ്. അത് ഗോതമ്പ് മാവും നമ്മുടെ സാധാരണ പാളയംതോടൻ പഴവും ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്തതെന്ന് കാണാം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ അടിപൊളി കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇന്ന് ഞാൻ ഗോതമ്പ് മാവ് ഉപയോഗിച്ചുള്ള ഒരു കേക്കാണ് ചെയ്യുന്നത്. അതിനെ ഇവിടെ 1.5 കപ്പ്, ഈ കപ്പിൽ 1.5 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അത് കുത്തി നിറച്ചുള്ള അളവല്ല, ഒന്നിങ്ങനെ ലൂസായിട്ടിട്ടതിന് ശേഷം നമ്മൾ ഒരു കത്തി വെച്ച് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുന്ന അളവിന് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 പ്രാവശ്യം ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പം ഞാൻ പഴം ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ. ഈ കേക്കിൽ ഞാൻ പഴം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നല്ല പഴുത്ത പാളയംതോടൻ പഴമാണ്. അത് നമുക്കൊന്ന് മാഷ് ചെയ്ത് എടുക്കാം. ഇതിങ്ങനെ എന്തെങ്കിലും വെച്ച് മാഷ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചും വേണമെങ്കിൽ മാഷ് ചെയ്യാം. ഇതിവിടെ മാഷ് ചെയ്ത് എടുത്തു. ഇനി നമുക്കിതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഴം ഇവിടെ മാഷ് ചെയ്തെടുത്തു, നല്ല പഴുത്ത പാളയംതോടൻ പഴം. ഇനി ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് പഞ്ചസാര. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ പഞ്ചസാരയും പഴവും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിലിപ്പോൾ 2 മുട്ട ഒഴിച്ചു കൊടുത്തു. അതും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വാനില എസൻസ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഈ വാനില എസൻസിന് പകരമായിട്ട് ഏലക്ക പൊടി വേണമെന്നുള്ളവർക്ക് അത് ചേർക്കാം. അപ്പം നമുക്ക് വാനില എസൻസ് ചേർക്കണ്ട. ഏലക്കായുടെ മണം ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മുട്ടയും കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഇപ്പോൾ ബട്ടർ വേണമെന്നുള്ളവർക്ക് ഉരുക്കിയ ബട്ടർ ഇതേ അളവിൽ എടുക്കാം. ഇത് ഇനി നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് നമ്മൾ ആദ്യം അരിച്ചു വെച്ച മാവ് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതും ഒരേ ഡയറക്ഷനിൽ അങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം. ഒന്നിച്ച് മാവിടാതെ കുറച്ചായി ഒന്ന് മിക്സ് ആയതിനു ശേഷം അടുത്തത് ഇട്ട് കൊടുക്കാം.
മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ബാറ്റർ നല്ല തിക്കായിട്ടാണുള്ളത്, അതുകൊണ്ട് ഒരല്പം പാല് കൂടെ ചേർത്ത് കൊടുക്കാം. ചൂട് ചേർത്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൽ ബട്ടർ തടവിയതിന് ബട്ടറോ ഓയിലോ ഏതെങ്കിലും ഒന്ന് തടവിയതിന് ശേഷം നമ്മൾ കുറച്ച് മൈദയോ ആട്ടയോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് എടുത്ത ടിന്നാണ്. അതിൽ നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്ന് റെഡിയാക്കി കുറച്ച് ഓയിൽ ഒന്ന് തടവിയതിന് ശേഷം പിന്നെ ഈ ഗോതമ്പ് മാവ് അല്ലെങ്കിൽ മൈദ ഏതെങ്കിലും ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ബാക്കി വരുന്നത് നമുക്ക് കളയണം. എന്നിട്ട് നമുക്കിനി നമ്മൾ റെഡിയാക്കിയ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇതിൽ കുറച്ച് ഡ്രൈ നട്ട്സും ഒക്കെ എടുത്തിട്ടുണ്ട്, റൈസിൻസും ഒക്കെ എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ ഒരല്പം മൈദ വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. നമുക്കിഷ്ടമുള്ള എന്ത് വേണം ഇടാം. നമുക്കിത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ റെഡിയാക്കിയ മാവ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് മുഴുവനും അതുപോലെ ഒരു സ്പാറ്റില ഉപയോഗിച്ച് മുഴുവനും എടുക്കാം. ഞാൻ ഓവൻ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ അതിൻ്റെ പുറത്ത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് കാഷ്യൂസും ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് ഓവനിലോട്ട് വയ്ക്കാം. ഇപ്പം ഞാൻ ഓവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് 180 ഡിഗ്രി. ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ പകുതി സമയമായി വെച്ചിട്ട് കേക്ക് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഓവനിൽ നിന്നും ഞാൻ എടുത്തു. 45 മിനിറ്റ് വേണ്ടി വന്നു. ഇടയ്ക്കൊന്ന് നോക്കിയപ്പോൾ അത്ര വെന്തിട്ടില്ലായിരുന്നു. 45 മിനിറ്റ് ആയപ്പോഴത്തേക്കും നന്നായി നല്ല ബ്രൗൺ കളറും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കി, നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് മോൾഡിൽ നിന്നും മാറ്റി ഒരു പ്രയാസം കൂടാതെ, ഞാൻ ബട്ടർ പേപ്പർ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു, എന്നാലും ഒട്ടും പ്രയാസം കൂടാതെ എടുക്കാൻ പറ്റി. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ്. പഴവും നമ്മുടെ നാടൻ പാളയംതോടൻ പഴവും ഗോതമ്പ് മാവുമാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയായി.